നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നാം കാണുന്നത് RRB, SSC തുടങ്ങിയ പരീക്ഷകളിൽ ലോജിക്കൽ റീസണിംഗ് ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചതിന് ശേഷം ശരിയായി ഉള്ള കൺക്ലൂഷൻ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ അർത്ഥമുള്ള കാര്യമായിരിക്കണമെന്നില്ല, തന്നിരിക്കുന്നതിന് ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുക മാത്രമാണ് നാം ഇവിടെ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ആദ്യ സ്റ്റേറ്റ്മെന്റ് തരുന്നത് ഓൾ സ്നേക്സ് ആർ പോയിസണസ്, അതായത് എല്ലാ പാമ്പുകളും വിഷാംശമുള്ളതാണ്. അപ്പം ഞാനൊരു പാമ്പ് എടുത്തു കഴിഞ്ഞാൽ സ്നേക്കിന്റെ കളക്ഷനിലെല്ലാം പോയിസണസ് ആയിരിക്കും. അപ്പം അതിനെ സ്നേക്ക് എന്തിനകത്ത് വരും? പോയിസണസിനകത്ത് വരും, അതായത് വിഷാംശം ഉള്ളതിനകത്ത് വരും. ഇതിനെ കയറി പി എന്ന് വിളിക്കാം. ഈ റൗണ്ട് എന്താണ്? സ്നേക്സ് ആണ്. അടുത്തതെന്ന് പറയുന്നത് പോയിസണസ് ആണ്. ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ പറയുന്നത് എല്ലാ പോയിസണസ് ആയിട്ടുള്ള വസ്തുക്കളും റെപ്റ്റൈലാണ്. അപ്പൊ എല്ലാ പോയിസണസ് ആയിട്ടുള്ള വസ്തുക്കളും റെപ്റ്റൈൽസ് എന്ന് പറയുന്നുവെങ്കിൽ ഈ പോയിസണസ് എല്ലാം ഇതിനകത്ത് വരണം, റെപ്റ്റൈൽസിനകത്ത് വരണം. അത് കുറച്ചുകൂടി ഒരു വലുതായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ഇതിനെ ഞാൻ കയറി R എന്ന് വിളിക്കുന്നു. അപ്പൊ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഈ ഒരു സർക്കിളിൽ റെപ്റ്റൈൽസ് ആണ്. റെപ്റ്റൈൽസിനകത്ത് പോയിസണസ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും വരും. ആ പോയിസണസിനകത്തായിട്ടുള്ള വസ്തുക്കളിനകത്ത് പാമ്പുകൾ വരും, സ്നേക്സ് വരും. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷൻസ് ഇതൊക്കെയാണ്. ഓൾ സ്നേക്സ് ആർ റെപ്റ്റൈൽസ്. ഈ പ്രസ്താവന 100% ശരിയാണ്. റെപ്റ്റൈൽസിന് ഉള്ളിലാണ് സ്നേക്സ് എല്ലാം കിടക്കുക. അപ്പൊ ഈ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, സം റെപ്റ്റൈൽസ് ആർ പോയിസണസ്. ചില റെപ്റ്റൈൽസ് പോയിസണസ് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രസ്താവനയും ശരിയാണ്. കാരണം ഈ റെപ്റ്റൈൽസിനകത്ത് വരുന്ന ചില ഐറ്റംസ് എന്ന് പറയുന്നത് പോയിസണസ് ആയിരിക്കും. കാരണം റെപ്റ്റൈൽസിനകത്ത് പോയിസണസ് ആയിട്ടുള്ള വസ്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് റീസണിങ്ങിൽ എവിടെ പ്രതീക്ഷിക്കാം? സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള കേരള PSC നടത്തുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. ഇത് സെയിം ആണ്, ലോജിക്കൽ റീസണിങ്ങിനെ അനലൈസ് ചെയ്ത് ചോദ്യം എത്തിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ പറയുന്നത് സം പെൻഗ്വിൻസ് ആർ പീകോക്സ്. ഇവിടെ എല്ലാ പെൻഗ്വിനും പീകോക്ക് ആണെന്ന് പറഞ്ഞിട്ടില്ല, കുറച്ചെണ്ണം. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ഒരു പെൻഗ്വിനെ വരച്ചു. ഇതിനാണ് പെൻഗ്വിൻ എന്നിരിക്കട്ടെ, പെൻഗ്വിൻ. സം പെൻഗ്വിൻസ് ആർ പീകോക്സ്. കുറച്ച് പെൻഗ്വിൻ മാത്രമാണ് പീകോക്ക്. ഇത് ഞാൻ പീകോക്കിനെ വരച്ചു, പീകോക്ക്. അപ്പൊ ഇതിനകത്ത് നമ്മൾ സൂചിപ്പിക്കുക വെച്ചാൽ കുറച്ച് മാത്രം. ഈ രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഇത്രയും ഭാഗത്തുള്ളത് മാത്രമേ പെൻഗ്വിനും പീകോക്കും ഉള്ളൂ. ഈ പെൻഗ്വിൻ ആവുന്നത് മാത്രം പീകോക്ക് ആയിട്ട്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെയൊന്നും വരത്തില്ല. നമ്മുടെ ഒരു ലോജിക്കിന് വേണ്ടിയിട്ട് ഇവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്നു മാത്രം. പക്ഷെ പറയുന്ന വേറൊരു കാര്യമാണ്, ഓൾ ദ പീകോക്സ് ആർ സ്നേക്സ്. എല്ലാ പീകോക്കുകളും സ്നേക്സ് ആണ്. അപ്പൊ ഈ പീകോക്സിനെ ചുറ്റി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതേ എല്ലാ പീകോക്കുകളും സ്നേക്സ് ആണ്. ഇവിടെ പീകോക്ക് അല്ലാത്ത സ്നേക്ക് കാണും, പക്ഷെ എല്ലാ പീകോക്കുകളും സ്നേക്ക് ആയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ ഫോളോ ചെയ്യും? സം പെൻഗ്വിൻസ് ആർ സ്നേക്സ്. ഇത് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതിനകത്ത് വരുന്ന ഇത്ര ഏരിയ എന്ന് പറയുന്ന പെൻഗ്വിൻ ആണ്. അതേപോലെ ഇതെന്തുമാണ്? സ്നേക്കുമാണ്. ഈ പറയുന്നത് ഗ്രീൻ കൊണ്ട് വരച്ചിരിക്കുന്ന ഇവിടെ സ്നേക്കാണ്. അപ്പൊ ഈ ഏരിയ ഒരേപോലെ ചുറ്റി വരുന്നുണ്ട്. ഇത്ര ഏരിയയിൽ വരുന്നത് പെൻഗ്വിൻസ് എന്ന് പറയുന്നത് സ്നേക്ക് ആയിരിക്കും. അപ്പൊ ഈ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് നോ പീകോക്ക് ഈസ് എ പെൻഗ്വിൻ. ഒരു പീകോക്കും പെൻഗ്വിൻ അല്ല. അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്കിവിടെ കിട്ടത്തില്ല. കുറച്ച് പെൻഗ്വിനെങ്കിലും പീകോക്ക് ആണെന്നുള്ളൊരു കണ്ടീഷൻ നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ശരിയാവുന്നത് ആദ്യത്തെ കണ്ടീഷൻ മാത്രമാണ്. അടുത്ത് മൂന്നാമത്തെ ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിനകത്തുള്ള അസംഷൻ ഏതൊക്കെ ശരിയാവും എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. അമിത് ക്യാൻ മേക്ക് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഇൻ എ ഈസി വേ. ഇവിടെ പറയുന്നത് അമിത്തിന് കുട്ടികൾക്ക് വേണ്ടുന്ന മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകൾ വളരെ സിമ്പിളായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം അമിത്തിന് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അമിത്തിന് എന്ത് ഇഷ്ടമായിരിക്കും? മാത്തമാറ്റിക്സ് ഇഷ്ടമായിരിക്കും. സ്വാഭാവികമായിട്ട് ഇത് നമുക്ക് കിട്ടാം. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് അമിത് ക്യാൻ ടീച്ച് ഫിസിക്സ് വെൽ. ഇവിടെ മാത്തമാറ്റിക്സ് അറിയാന്നുള്ള ഒരാളിന് ഫിസിക്സ് പഠിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഈ രീതിയിൽ ഇത് ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയെന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് വരാൻ സാധ്യത.
ഈ 3 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നോക്കിയത്. നന്ദി, നമസ്കാരം.